ഹായ് ഫ്രണ്ട്സ്, എരിവും പൊള്ളിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ ഇവിടെ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഒരു ബീഫ് അച്ചാറാണ്. നല്ല ഫ്രഷ് പോത്തിറച്ചി കിട്ടിയിട്ടുണ്ട്. അപ്പൊ നമുക്ക് എങ്ങനെ വളരെ എളുപ്പത്തിൽ ബീഫ് അച്ചാറ് തയ്യാറാക്കാമെന്ന് നോക്കാം. അപ്പൊ ആദ്യമായിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല പോലെ ബീഫ് വിനീഗറൊക്കെ ഇട്ട് വാഷ് ചെയ്ത് വെള്ളമൊക്കെ നല്ലതായിട്ട് വാരാൻ വെക്കണം. കാരണം ഇത് ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ ഒട്ടും തന്നെ വെള്ളം കാണാൻ പാടില്ല. അതുപോലെ തന്നെ അങ്ങനെ എടുത്ത് ചെയ്തതിന് ശേഷം നല്ല പോലെ ഉപ്പിട്ടിട്ട് അത് നമ്മൾ കുറച്ച് നേരം ഉപ്പ് പിടിക്കാൻ വേണ്ടി വെക്കണം. ഇതിലേക്ക് നമുക്കിനി ആവശ്യമായിട്ടുള്ളത് വെളുത്തുള്ളിയാണ്. ഞാനിവിടെ ഒരു 25 വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. അതുപോലെ ഒരു 10-12 പച്ചമുളക് എടുത്തിട്ടുണ്ട്. അതുപോലെ ഇത്രയും ഇഞ്ചിയും, പിന്നെ വേണ്ടത് നമ്മളുടെ കറിവേപ്പിലയും. അപ്പം നമുക്ക് ബീഫ് നല്ല പോലെ വേവാൻ വെച്ചിട്ടുണ്ട്. അത് തുറന്ന് നോക്കാം വെന്തോന്ന്. എന്നിട്ട് നമുക്ക് ആ ബീഫിനെ എള്ളെണ്ണ ഉണ്ടെങ്കിൽ അതിൽ ഫ്രൈ ചെയ്തെടുക്കുന്നതാണ് നല്ലത്. അല്ലാന്നുണ്ടെങ്കിൽ ഞാനിപ്പോൾ എൻ്റെ എള്ളെണ്ണ ഇല്ല. സാധാരണ എല്ലാവരും ഈ അച്ചാറൊക്കെ ഇടുമ്പോൾ എള്ളെണ്ണയിലാണ് ചെയ്യണേ. എള്ളെണ്ണ ഇല്ല, ഞാനത് കാരണം നമ്മുടെ വെളിച്ചെണ്ണയിലാണ് ചെയ്തിരിക്കുന്നത്. നല്ല പോലെ ഫ്രൈ ചെയ്തെടുക്കാം. അപ്പം ഞാൻ പ്രഷർ കുക്കർ തുറന്ന് നോക്കിയിട്ടുണ്ട്. നമ്മുടെ ബീഫ് ഇവിടെ നല്ല പോലെ വെന്ത് കിട്ടിയിട്ടുണ്ട്. നമുക്കിതിനെ ഒന്നിനി ഫ്രൈ ചെയ്തെടുക്കാം വെളിച്ചെണ്ണയിൽ. ഞാനിവിടെ പാൻ ചൂടാവാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ ഈ ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ്. കുറച്ചെണ്ണേ ഞാൻ ഒഴിക്കുന്നുള്ളൂ. ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് വീണ്ടും ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഇനി നമുക്ക് നമ്മുടെ വേവിച്ച് വെച്ചിരിക്കുന്ന ബീഫ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. 1/2 കിലോ ബീഫാണ് ഞാനിവിടെ അച്ചാറിടുന്നത്. അതിനുള്ള അളവുകളാണ് പറഞ്ഞിരിക്കുന്നത്. ഇതിനി നന്നായി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അങ്ങനെ നമ്മുടെ ബീഫ് നല്ല ഫ്രൈ ആയി കൊണ്ടിരിക്കുകയാണ്. ഞാൻ വേറെ ഒന്നും തന്നെ ചേർത്തിട്ടില്ല. നമ്മൾ പ്രഷർ കുക്കറിലിട്ട് വേവിച്ച ബീഫിനെയാണ് വെളിച്ചെണ്ണയിലേക്കിട്ട് നല്ല പോലെ ഫ്രൈ ചെയ്തെടുക്കാം. നമുക്കിങ്ങനെ ഫ്രൈ ചെയ്ത ബീഫിനെ ഒരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം. എന്നിട്ട് നമുക്ക് ഇതേ എണ്ണയിൽ നമുക്ക് നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും കറിവേപ്പിലയും എല്ലാം കൂടെ ഫ്രൈ ചെയ്തെടുത്തിട്ട് വിനാഗിരി ഒഴിച്ച് നമുക്ക് നന്നായിട്ട് മൂപ്പിച്ചെടുത്തിട്ട് വിനാഗിരി ഒഴിച്ച് നമുക്ക് അരച്ചെടുക്കാം. അങ്ങനെ നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും എല്ലാം നന്നായി മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ഒരു മിക്സർ ഗ്രൈൻഡറിലേക്ക് ഇട്ട് വിനാഗിരി ഒഴിച്ചിട്ട് നല്ല പോലെ അരച്ചെടുക്കാം. ഇനി ഞാൻ ഇത് ടേബിൾ സ്പൂണാണ്, 1 ടേബിൾ സ്പൂൺ വിനീഗർ ഒഴിക്കാം. നമ്മുടെ മൂപ്പിച്ച് വെച്ചിരിക്കുന്ന വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക്, ഇനി ഇത് നല്ല പോലെ നമുക്ക് ഗ്രൈൻഡ് ചെയ്തെടുക്കാം.
അത് നല്ലതായിട്ട് ഒരുപാട് പേസ്റ്റ് ആക്കിയിട്ടില്ല, എന്നാലും അത്യാവശ്യം ഗ്രൈൻഡ് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്കിനി നേരത്തെ യൂസ് ചെയ്ത വെളിച്ചെണ്ണയിലോട്ട് തന്നെ ഇതിട്ട് നല്ലപോലെ മൂപ്പിച്ച് നല്ല പോലെ മൂപ്പിച്ചെടുക്കണം. എന്നിട്ട് നമുക്ക് പൊടികളെല്ലാം ചേർക്കാം. നമ്മൾ അച്ചാറിൽ മെയിനായിട്ട് ചേർക്കുന്ന പൊടികൾ എന്താണെന്ന് വെച്ചാൽ കായപ്പൊടി, ഉലുവാപ്പൊടി, മുളക് പൊടി. വീണ്ടും പുളിക്ക് വേണ്ടി അതേപോലെ ഇത് മീറ്റ് ആകുമ്പോഴത്തേക്ക് നമ്മൾ എള്ളെണ്ണയോ അല്ല യൂസ് ചെയ്തിരിക്കുന്നത്. ബീഫ് ആയതുകൊണ്ട് കേടാവാതിരിക്കാൻ വേണ്ടി കുറച്ച് വിനീഗർ കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. ഇത്ര മാത്രമാണ് നമുക്ക് ഇതിനകത്ത് ചെയ്യാനുള്ളത്. അപ്പോൾ ഇത് നല്ലതായിട്ടൊന്ന് മൂത്ത് വരട്ടെ. അപ്പോൾ നമ്മുടെ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് നല്ലപോലെ മൂത്ത് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്കിനി ഇത് ഒരു 1/2 ടേബിൾ സ്പൂൺ 2 ടീസ്പൂൺ മുളക് പൊടിയുടെ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഞാൻ 1 ടേബിൾ സ്പൂൺ വിനീഗർ കൂടെ ആഡ് ചെയ്യാണ്. അച്ചാറെന്നൊക്കെ പറയുമ്പോൾ നല്ല എരിവും പുളിയൊക്കെ വേണമല്ലോ. ഉപ്പുണ്ടോയെന്നൊന്ന് ഇടയ്ക്ക് നോക്കുക, ഇല്ലെങ്കിൽ ആവശ്യാനുസരണം ഇട്ട് കൊടുക്കുക. ഇതൊന്ന് മൂക്കട്ടെ. ഞാൻ എൻ്റെ ഇടയിൽ കൂടെ ഒന്ന് ഉപ്പ് നോക്കിക്കോട്ടെ. കുറച്ചുകൂടി ഉപ്പ് കൂടെ ചേരാനുണ്ട്. കറിവേപ്പില ഞാൻ ലാസ്റ്റാണ് ഇട്ട് കൊടുക്കുന്നത്. ചിലർ കറിവേപ്പിലയും കൂടെ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളകിനകത്ത് അരച്ച് ചേർക്കുകയാണ് ചെയ്യുന്നത്. ഞാൻ ലാസ്റ്റ് ഇതിനകത്ത് കിടന്ന് ഫ്രൈ ചെയ്തങ്ങ് കിടന്നോളും. ഫ്രഷായിട്ടുള്ളൊരു മണമൊക്കെ കിട്ടും. നല്ല മണമൊക്കെ വരുന്നുണ്ട് അച്ചാറിൻ്റെ. അപ്പോൾ ഇത് അച്ചാറായത് കാരണം നമുക്കൊരു 3-4 മണിക്കൂർ ഈ പാത്രത്തിൽ തന്നെ ഇങ്ങനെ മൂടിയിരിക്കട്ടെ. അത് കഴിഞ്ഞ് നമുക്ക് നല്ല ടൈറ്റായിട്ടുള്ള കണ്ടെയ്നറിലിട്ട് നമുക്ക് കുറച്ച് നാളത്തേക്ക് യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ റെസിപ്പി എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ബോക്സിൽ ഇടുക. സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അടുത്തൊരു റെസിപ്പിയുമായി കാണുന്നതുവരേക്കും ബൈ. താങ്ക് യു ഫോർ വാച്ചിങ് ദ വീഡിയോ.